ബഹുമാന്യരെ, ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ വന്ദനങ്ങൾ. ഭാരതത്തിലെ ക്രൈസ്തവർ രാജ്യസ്നേഹികളല്ല എന്നും ബ്രിട്ടീഷ് പക്ഷപാതികളായി നിന്നുകൊണ്ട് അവർ ഈ രാജ്യത്തെ വിദേശികൾക്ക് ഒറ്റിക്കൊടുത്തു എന്നും ഒക്കെയുള്ള നിലയിലെ ചില പരാമർശങ്ങളും പ്രചാരവേലകളും അടുത്ത കാലത്തായി സംഘപരിവാർ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് ക്രൈസ്തവ സമൂഹത്തിനുള്ളിലേക്ക് കൂടി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച കേരളത്തിലെ BJP പോലെയുള്ള പാർട്ടികൾ ഈ പ്രചാരവേലയ്ക്ക് ഒരല്പം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ആസകലം ക്രൈസ്തവരെക്കുറിച്ചുള്ള സംഘപരിവാർ കാഴ്ചപ്പാട് ഇത് മതപരിവർത്തന ലോബിയാണെന്നും വിദേശ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ധാരാളം ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്യുന്നു എന്ന തരത്തിലും അവർ സമൂഹത്തിൽ പ്രചരണങ്ങൾ നടത്തുകയും മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ പലയിടങ്ങളിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവരെ പലതരത്തിൽ വിഷമിപ്പിക്കുകയും സമ്മർദ്ദത്തിലാഴ്ത്തുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിസ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ അവർ ഉയർത്തുന്ന ചില വാദങ്ങളെ ചരിത്രപരമായും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ഒന്ന് വിശകലനം ചെയ്യുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ സംഘപരിവാർ പ്രവർത്തകർക്കോ അവരുടെ 100 വർഷത്തെ ചരിത്രത്തിൽ എവിടെയും രാജ്യസ്നേഹികളായിരുന്നു അവരെന്ന് പറയത്തക്ക തരത്തിലെ ഒരു ഉദാഹരണവും അവർക്ക് സംവാദവേദികളിൽ നിരത്തിക്കെട്ടാൻ കഴിയില്ല. ഏകപക്ഷീയമായി ചിലയിടങ്ങളിൽ പോയി അവർ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടാകാം, പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാതെ അന്ന് ബ്രിട്ടീഷ് പക്ഷത്തോട് കൂറ് പുലർത്തി തന്നെ നിന്നവരായിരുന്നു RSSൻ്റെ മേധാവികൾ. ആ ഒരു സത്യം മനസ്സിലാക്കണം. മാത്രമല്ല, അന്നത്തെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു അബദ്ധവും പറ്റിയിട്ടുണ്ട്. ആ അബദ്ധത്തിൽ നിന്ന് അവരൊന്ന് കരകയറാൻ അടുത്ത കാലത്ത് നന്നായി ശ്രമിക്കുന്നുണ്ട്. അത് എന്താണെന്ന് കൂടി പറയാം. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ഈ ബ്രിട്ടീഷുകാർ വന്ന് കണ്ടപ്പോൾ അവരുടെ സാംസ്കാരിക നില അങ്ങേറ്റം പരുങ്ങലിലാണ് എന്ന് കണ്ടു. എന്ന് വെച്ചാൽ വേണ്ടത്ര വസ്ത്രധാരണ ഇല്ല. ഞാൻ മറ്റു പിന്നോക്കരുടെയും ആദിവാസികളുടെയും ദലിതരുടെയും കഥയാണ് പറയുന്നത്. വല്ലാത്ത വിധത്തിലെ അരക്ഷിതാവസ്ഥ അവർ നേരിട്ട് കണ്ടു. വിശേഷിച്ച് വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ, ഇവർ പഠിക്കുന്ന സംസ്കൃത സ്കൂളുകളിലോ കലാലയങ്ങളിലോ ഒന്നും പ്രവേശനം കിട്ടാത്ത പരിസ്ഥിതി, ഇതൊക്കെ കാണുകയും ശുചിത്വമില്ലാത്ത ഇടങ്ങളും തെരുവീഥികളും കുടിലുകളുമൊക്കെ കണ്ട് ബ്രിട്ടീഷുകാർ അമ്പരം നോയി. വാസ്തവത്തിൽ എന്നാൽ മറുവശത്ത് വളരെ ജന്മിമാരായി ഈ ഭൂസ്വത്തുക്കളൊക്കെ കയ്യാളി വെച്ചിരുന്ന ജമീന്ദാർമാരെ കണ്ടു. അതുപോലെ തന്നെ പൗരോഹിത്യം തങ്ങളുടെ കുത്തകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് മന്ത്രതന്ത്ര ആചാരങ്ങളിലൂടെ സാധാരണ മനുഷ്യൻ്റെ പണം സ്വന്തമാക്കുന്ന ഇത്തരത്തിലെ മതമേധാവികളായ ബ്രാഹ്മണ പുരോഹിതന്മാരെ കണ്ടു. അപ്പോൾ അവർക്കും ഒപ്പമുള്ള ക്ഷത്രിയ അവകാശങ്ങളുമൊക്കെ പറയാൻ പറ്റുന്ന ആളുകൾക്കും ജീവിത സുരക്ഷിതത്വമുണ്ട്. കാരണം അംഗം, ചുങ്കം, ഏഴ, കോഴ, സംഭോഗം, നായാട്ട്, ഇങ്ങനെ തലക്കരം, മുലക്കരം, കുടിക്കരം, മേൽമീശക്കരം, ഇങ്ങനെ പലതരം കരം വിരിച്ചുകൊണ്ട് സുഖിമാന്മാരായി ഈ രാജ്യത്തിലെ രാജാക്കന്മാരും പരിവാരങ്ങളും ജീവിക്കുന്നതും ഒക്കെ അവർ കണ്ടു. അപ്പോൾ ഇന്ത്യക്കാരെ മൊത്തത്തിലെടുത്തപ്പോൾ ഇത്തരത്തിൽ പുച്ഛിക്കാൻ അവർക്ക് തോന്നിയ ഘട്ടത്തിൽ ഈ സവർണ ഹിന്ദു ഫാസിസ്റ്റുകൾ ഇവരോട് പറഞ്ഞു, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇവർ പൊതുവേ വിവരമുള്ളവരോ കഴിവുള്ളവരോ ഒന്നും അല്ല, മറിച്ച് ഞങ്ങൾ നിങ്ങളെപ്പോലെ ഇവിടെ വന്നവരാണ്, ഞങ്ങൾ ഇവിടുത്തുകാരൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ ഹിന്ദുക്കുഷ് പർവ്വതനിരകളും കൈവർച്ചുരവും ഒക്കെ കടന്ന് ഇങ്ങോട്ട് വന്നവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനായിരുന്നു, ഞങ്ങളങ്ങ് പേർഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു, ഇങ്ങനെ വന്നതാണ്. ഈ രൂപത്തിൽ ഒരു നരേഷൻ വെച്ചിട്ട് നമ്മളും നിങ്ങളും ഒന്നാണ്, ഇവിടുത്തുകാരായിരുന്ന ഈ പ്രാകൃതർ ഇവർ ഇങ്ങനെ അല്ല, അവർ നമ്മളെപ്പോലെയല്ല എന്ന് പറഞ്ഞ് ഒരു യൂണിയൻ കൂടാനായിട്ട് ശ്രമിച്ചു. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഇന്ത്യ ഒറ്റിക്കൊടുക്കുന്ന, ഇന്ത്യയിലെ തനത് ജനതയെ മുഴുവൻ ഒറ്റിക്കൊടുത്തിട്ട് നമ്മളെല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്ന ഒരുതരം ഏർപ്പാടുകൾ. അതായത് സായിപ്പിനെ കണ്ടപ്പോൾ സായിപ്പിനോടാണ് എനിക്ക് വിധേയത്വം എന്ന് പറയത്തക്ക വിധം അല്പം നട്ടല് വളച്ചു നിന്ന ആളുകളായിരുന്നു ഇന്നത്തെ സംഘപരിവാരങ്ങളുടെ അന്നത്തെ പൂർവികർ. മനസ്സിലാക്കിക്കൊള്ളാം. ഞാനീ പറയുന്നതിന് മാനം മര്യാദയ്ക്ക് മറുപടി പറയാൻ ത്രാണിയുള്ളവരുണ്ടെങ്കിൽ അവരെ ഞാൻ സസ്നേഹം ക്ഷണിക്കുന്നു. ചുമ്മാ തെറിയൊന്നും താഴെ കമൻ്റ് ഇട്ടിട്ട് കാര്യമില്ല.
ഇതിനെ നിങ്ങൾക്ക് കഴിയുമോ? അതാണ് സംസ്കാരരാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരുത്തനൊരാശയം പറയുമ്പോൾ ആ ആശയത്തെ ചരിത്ര സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിക്കാൻ വേണ്ട എലമെൻറ്റ്സ് നിങ്ങളുടെ പക്കലുണ്ടാകണം, അതിന് വേണ്ട ഡാറ്റ കയ്യിലുണ്ടാകണം. അല്ലാതെ പണ്ടൊരിക്കൽ ഈ ഒരു പ്രമുഖനായ ഉണ്ണിക്കുട്ടനോ കിണ്ടി ശാസ്ത്രമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നൊരു ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടല്ലോ. ഈ രൂപത്തിൽ കുറേ കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാര്യം പറയണം, അതാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആര്യാധിനിവേശത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പം ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി എന്നൊക്കെ പറയുന്ന അത്തരത്തിലെ സംഭവങ്ങൾ സത്യത്തിൽ ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഞങ്ങൾ ഇവിടുത്തുകാരല്ല, നമ്മളും നിങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്, നമ്മളെല്ലാം വര ഓടുന്നതാണ്, ഇവന്മാർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തനത് ജനതയെ പരിഹസിക്കാനാണ് അന്നത്തെ ഇത്തരം ആളുകൾ ശ്രമിച്ചത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത്, പിന്നീട് നമ്മളെന്താ കണ്ടത്? നമ്മൾ കണ്ടത് ഇവർ ചെയ്ത കൊലകളും ഇവർ ചെയ്ത വ്യക്തിപരമായ താല്പര്യങ്ങളിലൊക്കെ ഉള്ള സമരമുറകൾക്കൊക്കെ പേരില്ല ഇവർ ജയിലിലൊക്കെ പോയിട്ടുള്ളത്. അല്ലാതെ ഏത് RSSൻ്റെ മേധാവിയാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ട് ജയിലിൽ പോയത്? ഇനി ഞാനിതുപോലെ തന്നെ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഒരു ചരിത്ര സംഗതി കൂടി പറയാം. ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത് ആരാണ്? എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയത്? ഇവിടുത്തെ ക്രൈസ്തവരുടെ അംഗസംഖ്യ എത്രയായിരുന്നു? അല്ലെങ്കിൽ ആരാണിത് ബ്രിട്ടീഷുകാർക്ക് അടിയറവ് പറഞ്ഞ് ഇങ്ങനെ വെച്ചു കൊടുത്താരാ, താലത്തിൽ വെച്ചു കൊടുത്താരാണ്? ബ്രിട്ടീഷുകാരിവിടെ വരുമ്പോൾ വിശേഷിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ വരുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഏതാണ്ട് 700-ൽ പരം രാജ്യങ്ങളായി ഇങ്ങനെ തിരിഞ്ഞു കിടക്കുകയാണ്, വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. വിഭജിക്കപ്പെട്ട് കിടന്ന ഇന്ത്യയിലെ ഓരോ രാജാക്കന്മാരും ഇവിടെ ജനാധിപത്യം കൊണ്ടുവരാനൊന്നും ആഗ്രഹിച്ചവരല്ല. അവർ ഈ കപ്പം പിരിച്ച് സുഖിമാന്മാരായിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയവരാണ്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഒരു ചക്രവർത്തിയെ പോലെ കഴിയുക, അതിൻ്റെ കീഴിൽ സാമന്തന്മാരെ ആക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളാണ് ഇവിടെ നടന്നിരുന്നത്. അല്ലെങ്കിൽ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായൊരു ഭരണം ഇന്ത്യക്കാരന് കാഴ്ചവെച്ചുകൊണ്ട് അവനെ ജനാധിപത്യവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു പരിശ്രമം അവിടെ എങ്ങും കാണുന്നില്ല. മറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ തന്നെ കൃത്യമായി ഈ യുദ്ധങ്ങളിൽ അടുത്തടുത്ത രാജ്യങ്ങൾ തോക്കും എന്ന് കാണുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തെ കൂട്ടുപിടിച്ചിട്ട് അവരെ കൊണ്ട് തങ്ങളുടെ സഹോദര രാജ്യത്തെ അടുപ്പിച്ച് ക്രമേണ ചില കരാറുകളിലും രേഖകളിലും ഒപ്പിട്ട് രാജ്യത്തെ തീരെഴുതി ഇവർക്ക് കൊടുത്തു. ഏതാണ്ട് 700-ലധികം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ട് അതിൽ വില്ലാർവട്ടം രാജ്യം ഒഴികെ ഏതെങ്കിലും ക്രൈസ്തവ രാജ്യമുണ്ടായിരുന്നോ ഇങ്ങനെ കൊടുത്തോന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഞങ്ങളൊരു പൊതുസ്ഥലത്തു നിന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ബ്രിട്ടീഷുകാരന്മാരല്ലേ, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ കൊടുത്തവരല്ലേ, അന്ന് ഇന്ത്യയെ മൊത്തമായും ചില്ലറയായിട്ടും ബ്രിട്ടീഷുകാർക്ക് വിറ്റ് പൂട്ടടിച്ചവൻ്റെ കൊച്ചുമോൻ വന്നിട്ടാണ് ഞങ്ങളുടെ നേരെ ഈ ചോദ്യം ചോദിക്കുന്നത്. നീ ചരിത്രമെങ്കിലും പഠിക്കുക സുഹൃത്തെ, ആദ്യം ചരിത്രം പഠിക്കുക, വസ്തുതകൾ പഠിച്ചിട്ട് സംസാരിക്കാൻ വാ. ഞാൻ നിങ്ങളുടെ ആളുകളെ പലപ്പോഴും അത്തരം സംവാദങ്ങൾക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതിനൊന്നും വരാനുള്ള ത്രാണി നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കുകയോ കളിയാക്കുകയോ ഞങ്ങളുടെ ബോധവൽക്കരണവും ചരിത്രത്തിൽ ഊന്നി നിന്നുള്ള വിശകലനങ്ങളുമായിട്ട് സധൈര്യം മുമ്പോട്ട് പോകും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്തിനാണ്? ഈ ക്രൈസ്തവർക്ക് രാജ്യസ്നേഹമില്ല, ഇവർക്ക് രാജ്യസ്നേഹം. എന്താണ് ഈ വാസ്തവത്തിൽ ഈ രാജ്യസ്നേഹം? എന്താണ്? അതിലുള്ള മനുഷ്യനെ, അതിലുള്ള ജനതയെ, അവിടെയുള്ള ജീവജാലങ്ങളെ, അവിടെയുള്ള ആ പ്രകൃതിയെ, ഇതിൻ്റെയൊക്കെ സംരക്ഷിക്കലല്ലേ. അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഭരണകൂടം ചെയ്യേണ്ടത് ഒരു രാജ്യത്തിലെ എല്ലാ മനുഷ്യർക്കും സ്വസ്ഥതയുള്ള ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. അതിന് പകരം എന്തായിരുന്നു ഈ സംഘപരിവാരങ്ങളുടെ രാഷ്ട്രീയ ശ്ലോകം എന്താ? അതിൻ്റെ കാഴ്ചപ്പാടെന്താ? ഒരു രാഷ്ട്രതന്ത്രജ്ഞത എന്താണ്? പലപ്പോഴും ആളുകൾ ഈ ചാണക്യസൂത്രം എന്നൊക്കെ പറയാറുണ്ട്. ചാണക്യൻ എന്താ ചെയ്തത്? ചാണക്യൻ കൂർമ്മബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ എങ്ങനെ നേരെ കൊണ്ടുപോകാനാണ് ചിന്തിച്ചത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലെ മന്ത്രിയായിരുന്ന ചാണക്യൻ ബുദ്ധിരാക്ഷസനായിരുന്നു. അതിന് പകരം ഇന്നത്തെ ചാണക്യന്മാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഋഗ്വേദത്തിലെ ശ്ലോകം വായിച്ചിട്ട് ആ ശ്ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മനുസ്മൃതിയിലെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വിഭജന തന്ത്രമാണ് ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത. എൻ്റെ ശ്ലോക ഉച്ചാരണത്തിൽ ആ സംസ്കൃത സ്വഭാവം കയറി വരുന്നില്ലെങ്കിൽ ശ്രമിക്കുക. എൻ്റെ മാതൃഭാഷ സംസ്കൃതമല്ല, ഇന്ത്യയുടെ ദേശീയ ഭാഷയെ സംസ്കൃതമല്ല. അതുകൊണ്ട് അതൊക്കെ സംവാദത്തിൽ നമുക്ക് വെക്കാം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീമഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകസമസ്ത സുഖിനോ ഭവന്തു. എന്താ അതിൻ്റെ അർത്ഥം? ന്യായേണ മാർഗേണ നമ്മുടെ രാജ്യത്തെ പരിപാലിക്കുന്ന രാജാവ്, ന്യായത്താൽ മാർഗത്താൽ. എന്താ ഈ ന്യായവും മാർഗവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓർക്കേതാണ്ട് നല്ല നീതിബോധമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെയൊന്നും അല്ലെന്നേ. അത് ആര്യനായി, ചണ്ടാളനായി, ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, പ്രതിലോമജാതികളായി
ആളുകളെ തരംതിരിച്ചിട്ട് ആ പ്രമാണമനുസരിച്ച് ഭരിക്കുന്ന ഒരു രാജ്യം. സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്ത. പ്രജകളെ സ്വസ്ഥമായി ഭരിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ ഭരിക്കുക എന്നല്ല. എന്നാൽ ചിത്രക്കൂടുകളുണ്ടായിരുന്നു. മനുഷ്യനെ അതിനകത്ത് കയറ്റി നിർത്തി പക്ഷികളെ കൊണ്ട് കൊത്തിക്കുന്ന പ്രാകൃതമായ ഏർപ്പാട്. ചെറിയ കുറ്റങ്ങളൊക്കെ പേരിൽ എന്താ അത്, ബ്രാഹ്മണനെ ഒരുവൻ ബ്രാഹ്മണൻ എന്ന് വിളിച്ചിട്ട് ചീത്ത പറഞ്ഞു പോയാൽ കിട്ടുന്ന ശിക്ഷകളാണ് ഇതുപോലെ. ബ്രാഹ്മണ ആക്ഷേപം ഭയങ്കര സംഭവമായിരുന്നു. അവരെ കൊണ്ട് ഇരുതരം ഇരുമ്പ് കൂട്, വല പോലുള്ളൊരു കൂടിനകത്ത് കരി നിർത്തിയിട്ട് അതിങ്ങനെ തൂക്കിയിടും. അത് തൂക്കിയിട്ടിട്ട് പക്ഷികൾ വന്ന്, വിശപ്പാണ്, വെള്ളമൊന്നും കൊടുക്കാനൊക്കത്തില്ല, അങ്ങനെ അവിടെ കിടക്കുന്ന മനുഷ്യനെ പക്ഷികളെ കൊണ്ട് കൊത്തിച്ചു കൊല്ലുന്ന തരത്തിലെ ക്രൂരമായ ഏർപ്പാടുകൾ. പഴിപ്പിച്ച ഇരുമ്പ് തണ്ടുകൾ ഒരു മനുഷ്യൻ്റെ കൃത്യമായിട്ട് ഏനസ് വഴി അടിച്ച് മുകളിലേക്ക് കയറ്റുക, ആ മനുഷ്യനെ അതിലിരുത്തുക. ഇങ്ങനെയൊക്കെയുള്ള ഭീകരമായ ഏർപ്പാടുകളാണ് നമ്മുടെ രാജ്യത്ത് 100-150 വർഷം മുമ്പ് കടന്ന കാര്യങ്ങളാണ്. ഇതാ സ്വസ്തി പ്രജാഭിയാം പരിപാലയന്ത ന്യായേണ മാർഗേണ മഹിമഹീശ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. പശുവിനും ബ്രാഹ്മണനും സുഖമെന്ന് വന്നാൽ എന്ന് അവർക്ക് സുഖം കൊടുത്തുകൊണ്ടിരുന്നാൽ ലോകസമസ്ത സുഖിനോ ഭവന്തു. ഇത് പലരും പാടുക, ഈ ലാശത്തെ മാത്രമേ പാടിക്കുകയുള്ളൂ. ഇതെല്ലാവർക്കും അറിയാം, ലോകസമസ്ത സുഖിനോ ഭവന്തു. അലച്ചു നോക്കിയാൽ ഇതാണ് ഈ പ്രത്യയ ശാസ്ത്രബോധം. അവിടെയാണ് ഞങ്ങളെ പരിഹസിക്കാനായി വന്നിട്ട് കൃത്യമായി പറയുകയാണ്, ഞങ്ങളെന്തോ വലിയ കുഴപ്പക്കാരാണ്, സുവിശേഷം പറയുന്ന ആൾക്കാരെന്തോ മ്ലേച്ഛരായ ആൾക്കാരാണ്, കടൽ കടന്നെത്തിയ കാര്യമാണ്, ഇന്ത്യയിൽ പണ്ടേ വലിയ സംഭവങ്ങളുണ്ടായിരുന്നു, ഇന്ത്യക്ക് അതിൻ്റെ സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്നു. ഇത് പറയും, നിങ്ങൾക്ക് എന്ത് പൈതൃകമാണുള്ള? ഇങ്ങനെ മനുഷ്യനെ കിരാതമായി കൊന്നുകളഞ്ഞ, മനുഷ്യന് യാതൊരുവിധ അവകാശങ്ങളും കൊടുക്കാതെ അവൻ്റെ നാവ് മുറിച്ച് കളഞ്ഞ, അങ്കുലങ്ങൾ ഓരോന്നോരോന്നായി ഛേദിച്ച് കളഞ്ഞ അതിഭീകരമായ ഒരു ചരിത്രമല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യമൊന്നും ഞാൻ മറക്കുന്നില്ല. അവിടെ ആരാണ് പഠിച്ചിരുന്നത്? ആർക്കാണ് പഠിക്കാൻ കഴിയാതെ പോയത്? എന്തായിരുന്നു എൻ്റെ കാരണം? ഇപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ രാഹുൽ ഈശ്വരെ പോലുള്ള സുഹൃത്തുക്കളെന്ന് പറയാറുണ്ട്. അതൊക്കെ അന്ന്, നമുക്കതെല്ലാം അങ്ങ് മറക്കാം. ബഹുമാനായ രാഹുൽ ഈശ്വർ അടുത്ത കാലത്ത് ഒരു ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. അതായത് ഗുരുജി ഗോൾവർക്കർ ഇങ്ങനെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കതിലെ അല്ലേ അങ്ങ് വിട്ടേക്കാം, നമുക്കതെല്ലാം അങ്ങ് വിട്ടേക്കാം. അതെന്താ അത്? ആ ചരിത്രം പറയുമ്പോൾ അതങ്ങ് വിട്ടേക്കാം എന്ന് പറയാൻ തോന്നുന്ന ആത്മാർത്ഥം എന്താണ്? അതിൻ്റെ അടുത്ത് അത് വിട്ടിട്ട് ബാക്കി ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ചിലത് മാറ്റുകയല്ല, മൊത്തം നിങ്ങളെക്കൊണ്ട് മാറ്റിച്ചിട്ടേ ജനാധിപത്യ ഇന്ത്യക്ക് വിശ്രമമുള്ളൂ എന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു. ഞാനിനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹമാണ്. എല്ലാ മനുഷ്യനെയും സ്നേഹിക്കണം. അത് ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും വൈശ്യനാണെങ്കിലും ശൂദ്രനാണെങ്കിലും ആര്യനാകട്ടെ ചണ്ടാളനാകട്ടെ മുസ്ലിമാകട്ടെ ക്രൈസ്തവനാകട്ടെ ദലിതനാകട്ടെ ആദിവാസിയാകട്ടെ നായാടിയാകട്ടെ നമ്പൂതിരിയാകട്ടെ എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന് പറയുന്ന സമത്വത്തിൻ്റെ ആശയം ഇത് എവിടെയെങ്കിലും മനു പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും സനാതനധർമ്മത്തിലുണ്ടോ? ഇവിടെയാണ് ആധുനിക ലോകം ഏറെ പരിചിതമായ, ഏറെ ബഹുമാനിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ആ ആശയ ലോകത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഒന്ന് സ്വാതന്ത്ര്യമാണ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. രണ്ടാമത് സ്വാതന്ത്ര്യം കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ് സമത്വം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യവും സമത്വവും സുപ്രധാനമാണ്. ഇത് രണ്ടുമുള്ള ഒരു നാട്ടിലെ കുറ്റങ്ങളും കുറവുകളും പലതും ഉണ്ടെങ്കിലും ജനാധിപത്യം സുപ്രധാനമാണ്. ഈ ജനാധിപത്യവും കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ഒരു സൊസൈറ്റിയിൽ അടിമകളില്ലാതിരിക്കുക. സ്വാതന്ത്ര്യക്കേട്ടതിന് ബന്ധമുണ്ട്. അത് ഓരോന്നും എടുക്കുക. ഈ SFIയുടെ ഒക്കെ കൊടിയിൽ കാണുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. അതൊക്കെ ഒരു ഭംഗി വാക്കെന്നുള്ളതിനപ്പുറത്തൊന്നും ആ പാർട്ടിയൊന്നും ആ സംഘടനയൊന്നും അതിനെ ഏതെങ്കിലും തരത്തിൽ വ്യവഹരിക്കുന്നുണ്ടോ, അത് വിശകലനം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രാക്ടിക്കലാക്കുന്നുണ്ടോ എന്നുള്ളത് പോട്ടെ, ഓർഡറിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെങ്കിൽ ഈ ഇന്ത്യൻ ഭരണഘടന ഇതൊക്കെ ഉണ്ട് വളരെ കൃത്യമായിട്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുണ്ട്, സമത്വത്തെക്കുറിച്ചുണ്ട്, മതേതരത്വത്തെക്കുറിച്ചുണ്ട്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുണ്ട്. ഈ മഹത്തര ചിന്തകളൊക്കെ അംബേദ്കറെ പോലൊരു പണ്ഡിതന് അല്ലെങ്കിൽ തനിക്കൊപ്പമുള്ള ആ പണ്ഡിത സദസ്സിന് എവിടെ നിന്ന് കിട്ടിയും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ലഭ്യമായത് കൃത്യമായിട്ട് അദ്ദേഹം പരിശീലിച്ചു വന്ന വിക്ടോറിയൻ ചിന്താധാരയിൽ നിന്നാണ്. അല്ലെ ബ്രിട്ടനിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും പഠനവും സുദീർഘ വർഷങ്ങളിലെ അധ്വാനവും അന്വേഷണങ്ങളും ജീവിതാനുഭവങ്ങളും അതിന് പ്രേരകമായിട്ടുണ്ടെങ്കിൽ ബ്രിട്ടൻ പോലെയുള്ള പരിഷ്കൃത രാജ്യങ്ങളിൽ അന്ന് ഈ ആശയങ്ങൾ എവിടെ നിന്ന് വന്നതെന്ന് അറിയട്ടെ. അത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ജബ്ബാർ മാഷിൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഈ മതസ്ഥാപകർക്കോ മതചിന്തകന്മാർക്കോ ഒന്നും ജനാധിപത്യം എന്നൊരു പദം അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുക. അത് വായനയുടെ കുറവാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ കുറവോ മുൻവിധിയോ ആണ് എന്ന് പറയാതെ വയ്യ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അടിമത്തത്തിനെതിരെയുള്ള കർക്കശ ബോധമുള്ള നിലപാട്, രാജ്യസ്നേഹം, സമത്വം, സാഹോദര്യം, ഈ ദർശനങ്ങളെല്ലാം
വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവോ അപ്പോസ്തലന്മാരോ കൃത്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് വചനം ഉപയോഗിച്ച് എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഞാൻ നിങ്ങളെ അതിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഞാൻ ഒരു വചനം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് 2:1 മുതലുള്ള വചനങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകും. അപ്പോൾ ലോകത്തിലെ സകല ആധ്യാത്മിക ഗ്രന്ഥങ്ങളും നിങ്ങൾ തുറക്കുക. എവിടെങ്കിലും ഇത്തരത്തിൽ ഭരണകൂടം അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ഭരണാധികാരിക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം എന്ന് എഴുതിയിട്ടുണ്ടോ? എന്തിനാണ് വിശേഷാൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ കൃത്യം പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഘട്ടം സ്വസ്ഥതയും നമുക്ക് ഭക്തി ഉണ്ടാക്കണം, സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണം. അപ്പോൾ ജനങ്ങൾക്ക് സാവധാനതയും സ്വസ്ഥതയും ഭക്തിയുമൊക്കെ നിറഞ്ഞൊരു ജീവിതം കഴിക്കാൻ, മനുഷ്യന് സമാധാനമുള്ള, മനുഷ്യന് സാഹോദര്യവും സ്നേഹവും സമത്വവും ഒക്കെ ഉള്ളൊരു നല്ല ജീവിതം, ഒരു വെൽനസ് ഒരു വെൽഫെയർ ഒരു സൊസൈറ്റിക്ക് ഉണ്ടാകത്തക്ക വിധമുള്ള കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും എടുക്കാൻ രാജാവിന് അല്ലെങ്കിൽ ഭരണാധികാരിക്ക് പ്രാപ്തി വരേണ്ടതെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് താഴെ പറയുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രസാദകരമായൊരു കാര്യമാകുന്നു, നല്ലതും പ്രസാദകരവുമാകുന്നു. ഇങ്ങനൊരു ആധ്യാത്മിക ഗ്രന്ഥം എൻ്റെ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ചാട്ടെ. അല്ലാതെ പശുവിന് ആംബുലൻസ് ഉണ്ടാക്കി കൊടുത്തിട്ട് മനുഷ്യൻ്റെ ശരീരം സൈക്കിളിൽ വെച്ച് കെട്ടി ചവിട്ടി ദീർഘദൂരം കൊണ്ട് മറവ് ചെയ്യേണ്ടി വരുന്ന സാധു മനുഷ്യരുടെ അവസ്ഥയുണ്ട്. അവരുടെ നാട്ടിൽ പശുവിന് ആംബുലൻസ് ഉണ്ടാക്കുക എത്രമാത്രം കോമാളിത്തരാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന് വിലയില്ല. ജീവജാലങ്ങൾക്ക് എല്ലാം കൊടുക്കണം, അതിൻ്റേതായ പരിഗണന എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രഥമ പരിഗണന മനുഷ്യനാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം മറന്നിട്ടാണ് ഇന്ന് ഭരണകൂടം പോകുന്നത്. അപ്പോൾ രാജ്യസ്നേഹമുള്ള ഒരാൾ, ഒരു ക്രൈസ്തവൻ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയാണ് ഭരിക്കുന്നത്. അദ്ദേഹം ആശയപരമായി നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റിയ ഒരു രാഷ്ട്രീയത്തെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരാൾ, ഇപ്പോൾ സ്റ്റാലിനാകട്ടെ, പിണറായി വിജയനാകട്ടെ, അല്ലെങ്കിൽ അജിത് ജോഗി ആകട്ടെ, അതുമല്ലെങ്കിൽ യോഗിയാകട്ടെ, ആരുമാകട്ടെ, ആ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശേഷാൽ ഓരോ ക്രൈസ്തവ അനുഗാമിയും, ക്രിസ്തുവിൻ്റെ ഓരോ അനുഗാമിയും ആ അധികാരസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിന് സാവധാനതയുള്ള സ്വസ്ഥതയുള്ള ഒരു ജീവിതം ആ രാജ്യത്തിലെ പൗരന്മാർ നയിക്കത്തക്ക വിധം ഉള്ള കാഴ്ചപ്പാടുകളെ മുമ്പോട്ട് വെക്കുന്ന നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ കാഴ്ചവെക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ രാജ്യസ്നേഹം സംബന്ധിച്ചുള്ള ക്രിസ്തീയതയുടെ നിലപാടാണ് ഞാനിപ്പോൾ വ്യക്തമാക്കിയത്. രണ്ടാമതായി, ഈ ഒരു രാജ്യത്തിന് വേണ്ട പ്രധാന കാര്യം അടിമ ഉടമ വ്യവസ്ഥിതി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അടിമയും ഉടമയുമല്ല, അതിൽ നിന്ന് മാറിക്കൊണ്ട് മനുഷ്യർക്കല്ല അവരുടെ തൊഴിലിനെ ചെയ്യാൻ, ആ തൊഴിലിനൊക്കെ വിലയും നിലയും മാന്യതയും കൽപ്പിച്ചുകൊണ്ട് ആ തൊഴിൽപരമായ വിഭജനം ഒരിക്കലും ജാതീയമായതോ അല്ലെങ്കിൽ അവനെ വിവേചിക്കാൻ ഹേതുവായിത്തീരുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് പോകാതെ അവർക്ക് എല്ലാ തൊഴിലിനും മാന്യത കൽപ്പിക്കുക. അടിമ എന്നുള്ള ആ വ്യവസ്ഥിതി മാറ്റി അടിമയ്ക്ക് സാഹോദര്യത്തിൻ്റെ ഉയർന്ന നിലയിലേക്ക് അടിമയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചിന്താധാരയാണ് വിശുദ്ധ ബൈബിൾ. 1-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ടാണ് റോമക്കാർ ഇത്രയധികം ക്രൈസ്തവരോട് കലഹിച്ചതെന്നോ അവരെ കൊന്നൊടുക്കാൻ കാരണം റോമിൽ 3 തരം മനുഷ്യരുണ്ടായിരുന്നു. പെട്രീഷ്യൻസും പ്ലീബിയൻസും ഡൂലോസ് എന്നറിയപ്പെടുന്ന അടിമകളും ഉണ്ടായിരുന്നു. ഈ ഡൂലോസ് വൻതോതിൽ ക്രിസ്തു മാർഗത്തെ സ്വീകരിച്ചപ്പോൾ അവർക്കൊപ്പം യജമാനന്മാരും ധാരാളമായിട്ട് ക്രിസ്തീയ മാർഗത്തിൻ്റെ ഭാഗമായി. അവ സഭയുടെ കാർക്കശ്യമായ അധ്യയനം എന്തായിരുന്നു അറിയണ്ടേ? കൃത്യമായി തന്നെ യജമാനനും അടിമയും അവരുടെ ജോലി ചെയ്തു കൊള്ളട്ടെ, പക്ഷേ ഒരു കാരണവശാലും അവനെ ദണ്ഡിപ്പിക്കാൻ പാടില്ല. തൊഴിലെന്ന നിലയിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് ഉദാരമായ പ്രതിഫലം കൊടുക്കണമെന്നും അവൻ്റെ അവകാശങ്ങളെ അംഗീകരിക്കണമെന്നും പറയുക മാത്രമല്ല, അടിമ വിമോചനത്തിൻ്റെ ഒരു മാഗ്നാ കാർട്ട എന്ന് പറയാവുന്ന വിധത്തിലെ കൃത്യമായൊരു ലേഖനം തന്നെ വിശുദ്ധ ബൈബിളിലുണ്ട്. ആ ലേഖനത്തിൻ്റെ പേരാണ് ഫിലമോൻ എഴുതിയ ലേഖനം. ഫിലമോൻ എഴുതിയ ലേഖനം എന്താണ്?
ഫിലമോൻ എന്ന് പറയുന്ന ധനാഢ്യനായൊരു മനുഷ്യന് ഒനേസിമോസ് എന്നു പേരുള്ള ഒരു അടിമയുണ്ടായിരുന്നു. അയാൾ ജീവിതത്തിൻ്റെ ഗതികേട് കൊണ്ടോ അല്ലെങ്കിൽ പ്രതികാരബോധം കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ആകണം ഫിലമോൻ്റെ വീട്ടിലെ വസ്തുവകകൾ മോഷ്ടിച്ചു. അടിമയ്ക്ക് കിട്ടുന്ന ക്രൂര ശിക്ഷയാണ്. അദ്ദേഹത്തെ കൊണ്ട് ജയിലിലിട്ടു. സന്ദർഭവശാൽ ആ ജയിലിൽ പൗലോസ് ശ്ലീഹ വരികയാണ്. അദ്ദേഹം സുവിശേഷ സംബന്ധിയായി ഈ ജയിലിൽ വന്ന് പെടുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോൾ ഇവർ പരസ്പരം പരിചയപ്പെട്ടു. ഏതാണ്ട് ആ കാലത്തിൻ്റെ ഇടയ്ക്ക് ഫിലമോനും യേശുവിനെ സ്വീകരിച്ചിരുന്നു. പിൽക്കാലത്ത് ഈ ഫിലമോനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ തടവിൽ വെച്ചൊരു പയ്യനെ പരിചയപ്പെട്ടു ഫിലമോനെ. ഒനാസിമോസ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഇന്നിതാ പശ്ചാത്താപ വിവശനായിട്ട് കുറ്റമേറ്റു പറഞ്ഞ് ഒരു നല്ല മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. നീ അവനോട് കരുണ കാണിക്കണം. ഞാൻ ഈ തടവിൽ വെച്ച് അവനൊരു ആത്മീയ ജന്മം നൽകിയിരിക്കുന്നു. അവൻ പുറത്തേക്ക് വരുമ്പോൾ നീ അവനെ ദാസനം മീതെ സ്വന്തം സഹോദരനായി പരിഗണിക്കണം. ഇനി അവൻ നിനക്ക് വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് നിനക്കത് നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അടിമയെ വിമോചിപ്പിക്കുന്ന, അടിമയ്ക്ക് സാഹോദര്യ ബന്ധം കൽപ്പിക്കുന്ന, സമത്വത്തിനും അപ്പുറമാണ് സാഹോദര്യമെന്ന് ഓർത്തുകൊള്ളണം, സാഹോദര്യ ബന്ധം കൽപ്പിക്കുന്ന ഉജ്ജ്വലമായ നിലപാട് പ്രഖ്യാപനമാണ് ഫിലമോൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഫിലമോൻ്റെ ലേഖനം ഇന്ന് തന്നെ നിങ്ങൾ വായിക്കണം എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഒരപേക്ഷ. ഇനിയും പറയട്ടെ, എന്താണ് അതുവരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന അധികാരസ്ഥാനത്തേക്ക് ആളിനെ എടുക്കാനുള്ള രീതി എന്നറിയണ്ടേ? അത് ചീട്ടിടുന്നൊരു പതിവായിരുന്നു. പഴയ നിയമത്തിലുമൊക്കെ ചീട്ടിട്ട് ഒരാളെ തൽസ്ഥാനത്തേക്കാക്കുന്ന പതിവുണ്ട്. ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമൊക്കെ പരിശോധിച്ചാൽ അവിടെ മത്തിയാസ് എന്നൊരു മനുഷ്യനെ ചീട്ടിട്ട് അധികാരസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പരിസ്ഥിതിയാണ്. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ആ രീതിയൊക്കെ മാറ്റിക്കൊണ്ട് ഈ സ്ഥാനത്തേക്ക് ആളെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ജനാധിപത്യ വ്യവസ്ഥിതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ദർശിച്ചാൽ കാണാൻ സാധിക്കും. അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ശിഷ്യന്മാരുടെ കൂട്ടത്തെ പന്തിരുവർ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകിയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരിഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചനശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരൈസ്, നിക്കാനോ, തിമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോ ലവൈസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്ന ആശയം അത് തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയുടെ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഇതിൽ കാര്യം ഓർക്കണം, ഇതിൻ്റെ ഓർഗനൈസേഴ്സായി നിന്ന സ്പിരിച്വൽ റലത്തിൽ നിന്ന് 12 അപ്പോസ്റ്റൽസ് അവിടെ ഉണ്ട്, 12 സ്ലീഹന്മാരുണ്ട്. അവരാരും ഇത്തരത്തിൽ വന്ന് സഭയുടെ സ്വത്തിൻ്റെ വ്യവഹാരത്തിൻ്റെ നേതാവാകാൻ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞ് ഞങ്ങളുടെ ജോലി അതല്ല, ഞങ്ങൾ പ്രാർത്ഥന പ്രസംഗമായിട്ട് നിൽക്കുമ്പോൾ ഇത് ചെയ്യാൻ കഴിയുന്ന, പണം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ഭൗതിക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, ആത്മനിറവുള്ള, ജ്ഞാനമുള്ള 7 പേരെ, ക്വാളിഫൈഡ് ആയിരിക്കണം, പ്രാപ്തി വേണം, 7 പേരെ നിങ്ങളുടെ ഇടയിൽ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അതിനുള്ള ചോയ്സ് ജനത്തിന് കൊടുത്തുകൊണ്ട് കുറ്റമറ്റതല്ലായിരിക്കാം, കുറവുകളുണ്ടായിരിക്കാം, ജനാധിപത്യമാണ് ഒരു ഭരണവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം എന്ന് 1-ാം നൂറ്റാണ്ടിലെ സ്ഥാപിച്ചു. ഇത് കാണാതെയായിരിക്കണം ജബ്ബാർ മാഷും മറ്റുമൊക്കെ പറയുന്നത് ജനാധിപത്യമൊന്നും ഇവർ കേട്ടിട്ടില്ല. സാറേ, നിങ്ങൾ കേൾക്കും മുമ്പ് ജനാധിപത്യമുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരി ഒരു സമൂഹത്തെ നയിക്കാൻ അവനാണ് പ്രാപ്തൻ. അവൻ അധികാരം കൊടുത്തുകൊണ്ട് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും അവർ ജനത്തിൻ്റെ സേവകന്മാരായിരിക്കുകയും വേണമെന്നുള്ള അധ്യയനം നിങ്ങൾക്ക് ബൈബിളിൽ കാണാം. അടുത്തത് എന്താണ് കാണുന്നത്? നമുക്ക് സോഷ്യലിസമാണ് കാണുന്നത്. അതിൻ്റെയും പാഠങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. സോഷ്യലിസത്തിൻ്റെ പാഠങ്ങൾ എന്താണ്? ആ സോഷ്യലിസത്തിൻ്റെ പാഠം ഞാനും നിങ്ങളും ഒക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. സോഷ്യലിസത്തിൻ്റെ ഒരപര്യാപ്തതയും അവിടെയുണ്ട്. അത് എല്ലാ അളവിലും ഒരു സമത്വത്തിൻ്റെ ആ പൂർണ്ണ അളവിലെ കാഴ്ചപ്പാടിൽ നമുക്ക് ആക്കാൻ കഴിയുന്നില്ല. നെഹ്റു ഒക്കെ അത് നന്നായി പഠിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പൊളിറ്റിക്കൽ തലത്തിലേക്ക് അധികം പോകുന്നില്ല. എങ്കിലും ഈ സാമ്പത്തിക നീതിയാണ് അത് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വഴി വരെ അത് വളരാവുള്ളൂ.
ഒരു ജോലി ചെയ്യുന്ന മനുഷ്യന് അയാൾക്ക് വേണ്ട ജീവിത കാഴ്ചപ്പാടുകളിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ ആ ചെയ്ത ജോലിക്ക് തത്തുല്യമായ അളവിലെ ബഹുമാനവും പ്രതിഫലവും ഒക്കെ കിട്ടുന്ന അവസ്ഥാവിശേഷം അതിനുണ്ടാകണം. എന്നാൽ നമ്മളെല്ലാം നമുക്ക് ഒരേ സമ്പത്ത്, ഒരേ സ്റ്റാറ്റസ്, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ സോഷ്യലിസത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനമാണ്. അറിയാത്ത കൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെയൊക്കെ ധരിക്കുന്നത്. എന്നാൽ ബൈബിളിൽ സോഷ്യലിസം ഉണ്ട്. എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 47 വരെയുള്ള വചനങ്ങളും ഞാൻ പരിചയപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവരവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടത് തങ്ങൾക്കുള്ളത് വിറ്റ് ഇല്ലായ്മക്കാരന് കൊടുത്തുകൊണ്ട് ഒരു സാഹോദര്യത്തിൻ്റെ, പങ്കുചേർക്കലിൻ്റെ, പങ്കിടലിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ നമുക്കവിടെ കാണാം. ഇതൊക്കെ സമൂഹം മനുഷ്യൻ ഇന്ന് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇത് നീണ്ടുപോയതുകൊണ്ട്, വീഡിയോ ഒത്തിരി നീണ്ടതുകൊണ്ട് ഞാനും ഇത് ദീർഘിപ്പിക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഒരു പരിഷ്കൃത ലോകം കരുതുന്ന സ്വരാജ്യ സ്നേഹം അത് ബൈബിളിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് തെളിവ് തന്നു. 1 തിമോഥെയോസ് 2-ാം അധ്യായം 1 മുതലുള്ള 4 വരെയുള്ള വചനങ്ങൾ. രണ്ടാമതായി ഞാൻ പറഞ്ഞു, കൃത്യമായി ബൈബിള് ജനാധിപത്യത്തെ, അതിൻ്റെ ഗുണഗണങ്ങളെ അംഗീകരിക്കുന്നു. അതിന് ദോഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യം എന്ന് ആധുനിക ലോകം കേൾക്കുന്നതിന് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ബൈബിള് തിരഞ്ഞെടുപ്പ് എന്ന ഒരാശയത്തെ മുമ്പോട്ട് വെക്കുന്നു. ഞാൻ തെളിവ് നിങ്ങൾക്ക് തന്നത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. മൂന്നാമതായി ഞാൻ നിങ്ങൾക്ക് തന്നത് സ്വാതന്ത്ര്യം എന്നൊരാശയമാണ്. ഒരു വചനം കൂടെ ഞാൻ സമയക്കുറവുണ്ട് പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഞാൻ ഉപോദ്ബലകമായി തന്നൊരു നീണ്ട പുസ്തകം തന്നെയാണ് ഫിലമോൻ്റെ ലേഖനം. ഇനി പറഞ്ഞത് സമത്വമാണ്. തങ്ങൾക്കുള്ളത് ഒക്കെ വിറ്റ് പൊതുവകയിൽ നിന്നെണ്ണി ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തി സഹായിക്കുന്ന ഒരു വലിയ ഉയർന്ന മാനവികതയുടെ, ധാർമ്മികതയുടെ ബോധം അത് പ്രകടമാക്കി. ഒരുപക്ഷെ ആധുനിക ക്രൈസ്തവ ലോകം അല്ലെങ്കിൽ പിൽക്കാല ക്രൈസ്തവ ലോകം അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുക. അപ്പോൾ ആദർശപരമായി അല്ലെങ്കിൽ തത്വസംഹിതകളുടെ അടിസ്ഥാനത്തിൽ ബൈബിളും അതിൻ്റെ ചിന്താഗതിയും മുമ്പോട്ട് വെക്കുന്നത് ഈ ബോധത്തെയാണ്. അതിൻ്റെ വക്താക്കളായി, അതിൻ്റെ പ്രചാരകരായി ഇനിയുള്ള കാലം നമ്മുടെ ഇന്ത്യയെ സ്നേഹിച്ചുകൊണ്ട്, നാം അധിവസിക്കുന്ന രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട്, അതിനപ്പുറത്തും മനുഷ്യരാണ് എന്ന് കണ്ടുകൊണ്ട് ആ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട്, ലോകത്തെവിടെയുമുള്ള മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു ജീവിതം ലോകം മുഴുവൻ കഴിക്കത്തക്ക വിധം എല്ലാ രാജ്യത്തിലെയും ഭരണാധികാരികളെ പ്രാപ്തരാക്കേണ്ടതിനും മാനവികതയുടെ, ധാർമ്മികതയുടെ ഉയർന്ന മൂല്യങ്ങളെ പിടിച്ചുകൊള്ളേണ്ടതിനും നമുക്ക് കർമ്മനിരതരാകാം എന്നുള്ള ആഹ്വാനത്തോടും പ്രാർത്ഥനയോടും ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.